തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. വീട്ടിലെത്തിയാണ് തമിഴ്നാട് പ്രതിപക്ഷ നേതാവിനെ തഞ്ചാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സാഹചര്യങ്ങൾ കൂടി തഞ്ചാവൂർ പോലീസ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനുമായി തഞ്ചാവൂരിലേക്ക് നീങ്ങിയാണ്. അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരാമർശത്തിൽ വലിയ പ്രതിഷേധമുയരുമ്പോൾ DMKയുടെ പ്രതിരോധവും കാണാമായിരുന്നു. പ്രവർത്തകർ അവിടെ ഉദയനിധി സ്റ്റാലിന്റെ വസതിക്ക് മുന്നിൽ പോലീസിനെ തടയുന്നു. പോലീസുമായി ഏറ്റുമുട്ടൽ സംഘർഷ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉദയനിധി പോയെങ്കിലും അതിന് മുൻപ് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു. പി ആർ സുനിലും സായികുമാറും വിവരങ്ങളുമായി. പി ആർ സുനിലേക്ക്. സുനിൽ, ഇപ്പോൾ പാർലമെന്റിലും DMK അറസ്റ്റ് വിഷയം ഉന്നയിച്ചിരിക്കുന്നു. സ്മൃതി, തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ DMK ഉയർത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് ഏതായാലും രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ കൂടി DMK ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. ലോക്സഭയിൽ DMK MP-മാർ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചു. ഇതേ തുടർന്ന് ലോക്സഭാ നടപടികൾ പ്രക്ഷുബ്ധമായിട്ടുണ്ട്. ഏതായാലും ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. വളരെ മോശം പരാമർശമാണ്. സ്ത്രീയെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നത് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ്. ഏതായാലും വലിയ നാടകീയ കാഴ്ചകൾ തന്നെയാണ് ചെന്നൈയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. BNS-ലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിയാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ്. BNS 196, 92, 352, 79, 296B, 61, 351, 2 തുടങ്ങിയ സ്ത്രീ അധിക്ഷേപത്തിനുള്ള, വ്യക്തി അധിക്ഷേപത്തിനുള്ള ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തിയാണ് ഏതായാലും ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ദേശീയ തലത്തിലും ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിൽ ഇപ്പോൾ DMK അംഗങ്ങൾ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിഷേധവുമായി എഴുന്നേറ്റത്. ഇപ്പോൾ പാർലമെന്റ് കവാടത്തിലും നമുക്ക് കാണാൻ കഴിയും. വലിയ പ്രതിഷേധം ഇപ്പോഴും DMK തുടരുന്നുണ്ട്. പാർലമെന്റ് കവാടത്തിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ദേശീയ തലത്തിലും തമിഴ്നാട്ടിലാകെയും വലിയ പ്രതിഷേധമായി ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് മാറുകയാണ്. തമിഴ്നാട്ടിൽ പകയുടെ രാഷ്ട്രീയം, വൈരത്തിന്റെ രാഷ്ട്രീയം ഇതൊക്കെ തന്നെ പല കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ അറസ്റ്റിന് ഒരു പ്രത്യേകത എന്നത് ഇതേതെങ്കിലും അഴിമതി കേസിനോ രാഷ്ട്രീയ വൈര്യ കേസിനോ ഒന്നുമല്ല. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചതിനാണ്. തൃശയ്ക്കെതിരെ വളരെ മോശം പരാമർശമാണ് ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ നടത്തിയത്. അത് ന്യായീകരിക്കാനാകാത്തതാണ്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിലാകെ ഉയർന്നിരുന്നു. എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും പ്രതിഷേധം ഉയർത്തിയിരുന്നു. അക്കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഈ കേസ് ഇന്ന് തമിഴ്നാട് ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഹൈക്കോടതി കടുത്ത നടപടികൾ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇതൊരു തമാശയായി കാണുന്നുവെന്നാണ് ഉദയനിധി സ്റ്റാലിന്റെ ആദ്യ പ്രതികരണം വരുന്നത്. നിന്നും മറ്റു പ്രതികരണങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടോ? സ്റ്റാലിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? സ്മൃതി, ഇതുവരെ MK സ്റ്റാലിൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. മറ്റ് രാഷ്ട്രീയ കക്ഷികളും പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഇതൊരു കേസിന്റെ പ്രത്യേകത കൊണ്ടാകാം. ഏതായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ നീക്കം DMK തമിഴ്നാട്ടിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വിജയിയുടെ കടന്നുവരവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക്. കാരണം DMK അധികാരത്തിലെത്തുമെന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ വിജയ് ഒരു അപ്രതീക്ഷിത വരവ് തന്നെയാണ് തമിഴ്നാട്ടിൽ നടത്തിയത്. അത് വലിയ പ്രഹരമായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള നിയമസഭാ സമ്മേളനങ്ങളാകട്ടെ, അവിടുത്തെ രാഷ്ട്രീയ പരിപാടികളാകട്ടെ, DMK-യും TVK-യും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. പ്രത്യക്ഷത്തിൽ ഏറ്റുമുട്ടൽ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വലിയ ഏറ്റുമുട്ടൽ തന്നെയാണ്. നേർക്കുനേർ നിന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംസാരിക്കാത്ത സാഹചര്യം വരെ തമിഴ്നാടുകയാണ്. അത്രത്തോളം വലിയ പകയും വൈര്യവും ഒക്കെ തന്നെ ഈ രണ്ട് നേതാക്കൾക്കിടയിലും തുടക്കത്തിൽ തന്നെ പ്രകടമാണ്. ആ നിലയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഉദയനിധി സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ഇതുപോലെയുള്ളൊരു പരാമർശം നടത്തിയത്. വളരെ മോശം പരാമർശമായിരുന്നു. ആ പരാമർശത്തിനാണ് പോലീസ് നടപടി ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് DMK വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും DMK-യുടെ ഒരു സംഘടനാ ശേഷി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വളരെ ശക്തമാണ്. ആ സംഘടനാ ശേഷിയിൽ അതിനെ ശക്തമായി നേരിടാൻ തീരുമാനിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇതൊരു വലിയ വിഷയമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല ദേശീയ തലത്തിൽ നമുക്കറിയാം DMK എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനൊപ്പമില്ലാതെ വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് DMK-ക്കുള്ളത്.
അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ DMK എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടത്തുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതി കൂടി ദേശീയ തലത്തിലുണ്ട്. അപ്പോൾ വളരെ കരുതലോടെയായിരിക്കാം ഒരുപക്ഷെ BJP അടക്കമുള്ള പാർട്ടികൾ ദേശീയ തലത്തിൽ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുക. അതേസമയം തമിഴ്നാട്ടിലെ BJP ഉദയനിധി സ്റ്റാലിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ TVKക്കൊപ്പം തന്നെ BJP ഉദയനിധി സ്റ്റാലിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ BJP ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും ദേശീയ തലത്തിലും DMK പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്.